ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കൊരു സൺഫ്ലവർ ഗാർഡൻ കാണാം കേട്ടോ. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗാർഡനാണിത്. ഈ സൺഫ്ലവറിൻ്റെ സീസണിൽ മാത്രം ഓപ്പൺ ചെയ്ത് വിസിറ്റേഴ്സിന് കയറി കാണാൻ പറ്റുകയും അവിടെ നിന്ന് സൺഫ്ലവേഴ്സ് പറിക്കാനൊക്കെ പറ്റുന്ന ഒരു മേജർ ഒരു ഡെസ്റ്റിനേഷനാണ്. കുറേ ടൂറിസ്റ്റുകൾ ഇതിനു വേണ്ടി തന്നെ വരാറുണ്ട് ഈ ഒരു വ്യൂ കാണാൻ. ഇതുണ്ട്, ഈ ഒരു സൺഫ്ലവറിൽ നിന്ന് തന്നെ കുറേ സീഡ്സ് കിട്ടും കേട്ടോ. ഞാനിപ്പോഴും ഈ സൺഫ്ലവർ ഓയിലൊക്കെ എങ്ങനെയാണ് ഒരു ഫ്ലവറിൽ നിന്ന് എന്തോരം കിട്ടാനാണെന്നൊക്കെ ഓർക്കുമായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, നമ്മൾക്കത് പിടിച്ചു നോക്കുമ്പോൾ ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ 2 ഫ്ലവർ ചേർത്താൽ തന്നെ 1 കിലോ സീഡ് അത്രയും പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ഹെവിയാണ് സൺഫ്ലവേഴ്സ്. പിന്നെ ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റെമ്മിൽ ഒരൊറ്റ ഫ്ലവറേ ഉണ്ടാകുള്ളൂ. ഇങ്ങനെ പല സ്റ്റെമ്മുകളായിട്ടൊന്നും പോവില്ല. ഒരു ചെടിയിൽ ഒരു ഫ്ലവർ, ആ രീതിയിൽ സൺഫ്ലവേഴ്സ് ഉണ്ടാകുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ഇത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഞാൻ പോയതിൽ വെച്ചിട്ട് ന്യൂസിലൻഡിൽ വന്നിട്ട് ഞാൻ 1-2 സൺഫ്ലവർ ഗാർഡനിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സൺഫ്ലവേഴ്സ് കാണാൻ പറ്റിയൊരു ഗാർഡനാണ് ഇത്. പിന്നെ ചില ഗാർഡനിൽ സൺഫ്ലവേഴ്സ് ഭയങ്കര ഹൈറ്റിൽ നിൽക്കും. അതെനിക്ക് അത്രയും നമുക്ക് കാണുമ്പോൾ അത്ര ഇഷ്ടം തോന്നില്ല. കാരണം ഫുൾ മൊത്തത്തിൽ അടഞ്ഞിരിക്കും. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുത്താൽ ഇത്രയും പ്രകാശം കിട്ടില്ല. ഇവിടെ വന്ന് ചുമ്മാ ജസ്റ്റ് നടന്ന് കാണാനും മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇങ്ങനെ നിറച്ചും ഒരു വലിയ ഏരിയ മൊത്തം സൺഫ്ലവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി വേറെ. പിന്നെ നല്ല കാലാവസ്ഥയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണേലും പിക്ക് ചെയ്യാം ഈ സൺഫ്ലവർ ഗാർഡനിൽ നിന്ന്. എന്നിട്ട് നമ്മൾക്ക് വേണ്ട അവരൊരു മിനിമം പ്രൈസ് ഇട്ടിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു $1 അങ്ങനെ എന്തൊക്കെയോ പ്രൈസ് വെച്ചിട്ടുണ്ട് ഓരോ ഫ്ലവേഴ്സിന്. അപ്പോൾ അത് നമ്മൾ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത്, അതായത് ആരും അവിടെ വാങ്ങിക്കാനോ കറക്റ്റ് എണ്ണി ചിട്ടപ്പെടുത്തി വാങ്ങിക്കാനൊന്നും പുറത്ത് ആളില്ല. പക്ഷേ നമ്മളെ വിശ്വസിച്ച് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പിക്ക് ചെയ്യണതിൻ്റെ എമൗണ്ട് ഇവിടെ പേ ചെയ്യുക എന്ന്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു എന്താ പറയുക, മ്യൂച്വൽ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളത് പേ ചെയ്യണത്. ഇതുണ്ട്, ഞങ്ങളും 1-2 സൺഫ്ലവേഴ്സ് എടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ സീഡ് എടുത്ത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമെന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഫ്ലവർ എടുത്തതാണ് കേട്ടോ. നല്ല വലുതാണ്. ശരിക്കും എൻ്റെ ഫേസിനേലൊക്കെ ഭയങ്കര വലുതാണ് ആ ഒരു സൺഫ്ലവർ. പിന്നെ എപ്പോഴും ഈ സൺഫ്ലവർ ഗാർഡനിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഹാറ്റോ സൺസ്ക്രീനൊക്കെ തേക്കാൻ പ്രത്യേകം ഓർക്കണം. കാരണം നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ഗാർഡൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ.